ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം ദശമസ്കന്ധത്തിലെ 32ാമത്തെ അധ്യായം. ഇന്നലെയും 32 അധ്യായം തന്നെയാണ് പാരായണം ചെയ്തത്. ആ അധ്യായത്തിൻ്റെ മഹത്വം കൊണ്ട് വീണ്ടും ആ അധ്യായം തന്നെ പാരായണം ചെയ്യുകയാണ്. ഗോപികമാരുടെ വിഷമം കണ്ട് അവരുടെ അഹങ്കാരം ക്ഷമിച്ച് ഭഗവാൻ തന്നെ മാത്രമാണ് നമുക്ക് ആശ്രയമെന്ന് അവർ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ ദയതോന്നിയ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് പൂർണ്ണമായ സന്തോഷം ആത്മാനുഭൂതി നൽകുന്നതുമാണ്. അടുത്ത 2 അധ്യായങ്ങളിലായിട്ട് രാസക്രീഡ, ഭഗവാന്റെ ഗോപികമാരുമായിട്ടുള്ള രാസക്രീഡ, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മാവുമായിട്ട് നടക്കേണ്ടതാണ്. മനസ്സും ആത്മാവും തമ്മിലുള്ള ചർച്ചയാണ് പ്രകാരം പറയുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചു. ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരമവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യത്വം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം തത്സത്. ജന്മാദസ്യേതുന്നയാദിതരതസ്താർത്തേഷ വിഘ്നസ്വര തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യസ്സൂരയ. തേജോ വായുമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോചിതകൈതഗോത്രപരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ പ്രകൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാകമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണത്തിൽ ദശമസ്കന്ധത്തിലെ 32ാമത്തെ അധ്യായം. ഗോപികമാരുടെ മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നലെ വായിച്ചത് ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. അഥ ദശമസ്കന്ധോ ദ്വാത്രിംശത്തമോऽധ്യായ. ശ്രീശുകോവാച. ഇതി ഗോപ്യ പ്രഗായന്യ പ്രലബന്ധ്യശ്ച ചിത്രതാ വിരുദുസ്സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാ. താസാമാവിരഭൂചൗരി സ്മയമാനമുഖാംബുജ പീതാംബരകരസ്വഗ്ഗി സാക്ഷാൻ മന്മദമന്മദ. താസാമാവിരഭൂചൗരി സ്മയമാനമുഖാംബുജ പീതാംബരകരസ്വഗ്ഗി സാക്ഷാൻ മന്മദമന്മദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
മന്മഥന്റെയും മന്മഥനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. തമ്മിലോക്യാഗതം പ്രേഷ്ടം പ്രീതിദൃശ്യോബല ഉത്തസ്തൂർവികവൻ സർവാസ്തനന്ദ പ്രാണം വിവാഗതം കാചിത്തരാംബുജം സൗര്യ ജഗൃഹേ അഞ്ജലിനാമുദാ കാചിത് സദാര തദ്ബാഹു വംശേ ചന്ദനരൂഷിതം കന്വീതാംബൂലചർവിതം ഏകാ തദംഘ്രികമലം സന്തപ്താസ്തനയോരഥാത് ഏകാ ഭൃഗുടിമാബധ്യ പ്രേമസംരംഭവിഹ്വല നദീവൈക്ഷത്കടാക്ഷേപൈ സന്തഷ്ടനച്ഛദാ അപരാനിഷാദ്രഭ്യാം യുഷാണാതന്മുഖാംബുജം ആപീതമഭിനാതൃപ്യത് സന്തസ്തക്ഷരണം യഥാ തം കാചിനേത്രേന്ദ്രേണ ഹൃദി കൃത്യാനിമീല്യജ പുളകാംഗ്യുപക ഗുഹ്യാസ്തേ യോഗിവാനന്ദസംപ്ലുതാ സർവാസ്താ കേശവാലോക പരമോത്സവ നിർവൃത ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാ ജനാ ആഭിർവിദൂതശോകാഭിർ ഭഗവാനച്യുതോ വൃത വ്യരോചകാദികം തഥാ പുരുഷശക്തിഭിർയഥാ താസമാദായ കാളിന്ദ്യ നിർവിശ്യ പുളിനം വിഭു വികസത്കുന്ദമന്ദാര സുരഭ്യനിലഷഡ്പദം ശരചന്ദ്രാംശു സന്തോഹ ദോഷതമഃ ശിവം കൃഷ്ണായ ഹസ്തതരള ചിദകോമളവാലുകം തദ്ദർശനാഹ്ലാദവിധൂര ഹൃദ്രുജോ മനോരഥാന്തം സുതയോ യഥായയൂ സ്വൈരുത്തരീയേ കുലകുങ്കുമാങ്കിതൈ ക്ലിപ്നാസനാം ആത്മബന്ധവേ തത്രോപവിഷ്ടോ ഭഗവാൻ സൈശ്വരോ യോഗേശ്വരാന്തർക്യതി കൽപ്പിതാസന ചകാസ ഗോപി പരിശങ്കദോർച്ചിത ത്രൈലോക്യ ലക്ഷ്മീകപദം വപുർധത അപാദിത്വാതമനംഗദീപനം സകാസലീലേക്ഷണ വിഭ്രമഭ്രുവ സംസ്പർശനേനാംഘ്രിയോ സംസ്തുഷ്ട്യ ഈഷത് വിഭാഷിനേ ഗോപ്യൗജു ഭജതോനുഭജന്ത്യേക ഏക ഏതദ്വിപര്യം നോഭയാംശ്ച ഭജന്ത്യേക ഏതന്നോ ബ്രൂഹി സാധുഭോ. ശ്രീ ഭഗവാനുവാച വിധോ ഭജന്തി യേ സഖ്യാ സ്വാപ്തേ കാന്ത്യോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മ സ്വാത്വാപ്തം തദ്ദിനാന്യഥാ ഭജന്ത്യ ഭജതോ യേ വൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാ ഭജതോ വിനവൈ കേചിത് ഭജന്ത്യ ഭജതത്പുരാ ആത്മാ രാമാചാപ്തകാമ അഹൃതജ്ഞാത് ഗുരുദ്രുഹാ നാഹം ദുഃസംഖ്യോ ഭജതോ വിജന്തൂൻ ഭജാമ്യമീഷാമനുവൃത്തിവൃത്തയെ യഥാധനോ ലബ്ധധനേ വിനഷ്ടേ തച്ചിന്തയാന്യന്നി വൃതോ ന വേദ ഏവം മദർത്ഥോചിതലോകവേദ സ്വാനാം हि वो मय्यनुवृत्तये बला मया परोक्षं भजता तिरोहितं मासोयितुं मार्हत तत्प्रियं प्रिया നപാരേകം നിരവധ്യ സംവിജാം ഉസാദയുക്ത്യം ബഹുദായുഷാഭിവാ യാമാപജൻ ദുർജരഗേഹ ശൃംഖല സംവൃശ്യ തദ്വക്തുതിയാദു സാധുനാ. ഓം തത്സത്. ഈ ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീസ്വാന്തനം നാമ ദ്വാത്രിംശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാസപഞ്ചകത്തിലെ 4ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്തത്. 5ാമത്തെ 33ാമത്തെ അധ്യായം നാളെ പാരായണം ചെയ്ത് സമാപിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത സ്തോത്രം. ജയ ഇത് ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ
कृष्णस्वरूप जय जय भागवता देवा जय जय भागवता किङ्गिणिपदकमला कृष्णा कङ्कणकरयुगला कुङ्कुमपङ्गिलवक्षस्थलवर कुवलयगलनील देवा जय जय भागवता नवनीतहरा कृष्णा करुणी चित्तहरा दयया पालय दामोदर हरि तुलसीदामोदरा देवा जय जय भागवता गोवर्धन धरणा कृष्णा गोपीजनरमणा कोमल पल्लव सुंदर चरण कोकिल मधुवजना देवा जय जय भागवता नंद कुमार हरे कृष्णा नारद गीत गुणा नारायण वर भट्ट दिलीकृत श्रुतिवर शुभ फलदा देवा जय जय भागवता पूंदान प्रिय रे कृष्णा वृंदावन रसिका प्रेमिक भावुक मंडल पूजित पाद सरोज युगा देवा जय जय भागवता जय जगदीश हरे कृष्णा जय जगदीश हरे जय गुरु मारुद मंदिर नाथ जय जगदीश हरे देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता जय